ദ ലോർഡ് ഇസ് ഇൻ കൺട്രോൾ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് വി ലീവ് ഓൾ ദ ബേർഡൻസ് ഇൻ ദി മൈറ്റി ഹാൻഡ്സ് ഓഫ് അവർ ലോർഡ്, ഹി ക്യാൻ ഡു വണ്ടേഴ്സ് ഫോർ അസ്. അതല്ല, നമ്മൾ തന്നെ ആ ഭാരങ്ങളെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് വി സറണ്ടർ all of our burdens in the mighty hands of Lord, he can do something, he can do everything, he can do great thing for us. പക്ഷെ നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും, ദൈവം കർത്താവിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് പോലെ ഇരിക്കും. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഭാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ആരാധനയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയാണ് പോവുക. പക്ഷെ തിരിച്ചു വരുമ്പം അത് അതേപോലെ എടുത്ത് ഇങ്ങോട്ട് പോരും. അങ്ങനെയല്ല വേണ്ടേ. വചനത്തിൽ പറയുന്നതിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നാണ്. നമ്മളങ്ങ് വെച്ച് കൊടുത്താൽ പിന്നെ നമ്മൾ ആ എടുക്കേണ്ട. ദൈവസന്നിധിയിൽ ഇഫ് വി സബ്മിറ്റ് ആ സോറോസ്, ആ പ്രോബ്ലംസ്, ആ ട്രബിൾസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ലോഡ്, ലെറ്റ് ലോഡ് ടു ഡു. ദൈവത്തിന് ബാക്കിയുള്ള ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മൾ വീണ്ടും അത് എടുത്തുകൊണ്ട് ഭാരപ്പെട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഹെവി ബേർഡൻ ആവും. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഇല്ലായ്മ, സ്വസ്ഥതയില്ലായ്മ, നമ്മുടെ ചിലപ്പോൾ മേ ബി വീൽ ബിക്കം സിക്ക്, നമ്മൾ രോഗികളായിട്ട് മാറും. അങ്ങനത്തെ അവസ്ഥയല്ല. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ ദൈവം ചെയ്യും. ആ വിഷയം അങ്ങ് വിട്ടേക്കണം. നമ്മൾ പറയാം, ലോർഡ് ജീസസ്, ഞാൻ ഇന്ന വിഷയം നിൻ്റെ കാര്യങ്ങളിൽ തന്നിട്ടുണ്ട്, സോ ഇനി ഞാൻ ആ വിഷയം എടുക്കുന്നില്ല. യു വിൽ ഡു. നീ അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. സോ ഇഫ് ലോർഡ് ക്യാൻ ഡു, ഹി വിൽ ഡു ഇൻ 100% ദ റൈറ്റ് വേ. നമുക്ക് ചെയ്യാകുമ്പോൾ നമുക്ക് 100% നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ്. നമുക്ക് പറ്റത്തില്ല. നമ്മൾ മനുഷ്യരാണ്, സാധാ മനുഷ്യരാണ് നമ്മൾ. സോ നമുക്ക് പറ്റത്തില്ല. സോ